ഹായ്, സഹദേവ് മാഷാണേ. ജിയോമെട്രിക്കൽ പാറ്റേൺസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ ഒരു സമചതുര സ്തംഭമാണ്. അതായത് സമചതുരത്തിലൊരു ടാങ്കിൻ്റെ രൂപത്തിൽ ഉയർത്തി ഉണ്ടാക്കുന്ന, നിലത്ത് നിന്നും ശരിക്ക് പൊങ്ങി നിൽക്കുന്ന ഒരു ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഒരു സ്തംഭം. അപ്പോൾ അതെങ്ങനെയാണ് നിർമ്മിക്കുക എന്നുള്ളതാണ് A4 പേപ്പറിലും ചാർട്ട് പേപ്പറിലുമായിട്ട് നമുക്ക് ചെയ്യാം. ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് A4 പേപ്പറിലാണ്. അതായത് ഒരു വ്യത്യസ്ത വ്യൂവിൽ നോക്കുമ്പോൾ അത് വ്യത്യസ്ത തരത്തിൽ കാണാവുന്ന ഒരു വാട്ടർ ടാങ്കോ ആ രൂപത്തിൽ നമുക്ക് കാണാം. യെസ്. അപ്പോൾ അതിൻ്റെ പ്രകാശം കൂടുതൽ പതിക്കുന്ന ഭാഗത്തുള്ള നിറവും എതിർവശത്തുള്ള നിറവും രണ്ടും രണ്ട് തന്നെയായിരിക്കും. കുറച്ചൊന്ന് ഡാർക്കായിരിക്കും നിഴൽ പതിക്കുന്നവർ. അതുപോലെ ഇത്രയും വലിയ ഒരു ടാങ്കിൻ്റെ നിഴൽ, ആ നിഴലും കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. A4 പേപ്പറിൽ നമ്മൾ നിർമ്മിക്കുന്ന രീതി വളരെ കൃത്യമായി തന്നെ പറഞ്ഞു തരാം. ഓക്കെ, ഒഴിവ് സമയത്തിൽ അതൊന്ന് ചെയ്തെടുക്കാൻ നോക്കുക. ഒരു A4 പേപ്പറിൻ്റെ ഒരു വശത്തെ മൂലയിൽ ആ ഭാഗത്ത് 10 സെൻറ്റിമീറ്റർ പോയിൻ്റ് അടയാളപ്പെടുത്തുകയാണ്. അതുപോലെ രണ്ടാമത്തെ ഭാഗത്തും കൃത്യം 10 സെൻറ്റിമീറ്ററിന് പോയിൻ്റ് ഇട്ട്, ഇങ്ങനെ പോയിൻ്റ് ഇട്ട് രണ്ട് ഭാഗത്തുനിന്നും 10 സെൻറ്റിമീറ്റർ ആണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അത് ഉറപ്പിക്കുക. പിന്നീട് 10 സെൻറ്റിമീറ്റർ അല്ല വരക്കേണ്ടത്, ആ നേരെ വരക്കേണ്ടത് 7.5 സെൻറ്റിമീറ്ററാണ്, 7.5 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെയാണ് ഇവിടെയും 7.5 സെൻറ്റിമീറ്റർ, 7.5 സെൻറ്റിമീറ്റർ വരച്ച് ഇനി അത് പരസ്പരം യോജിപ്പിക്കുക. അവിടെ 2.5 സെൻറ്റിമീറ്ററാണ് വിട്ടത്, അപ്പോൾ അതിന് കണക്കായി 2.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം വീണ്ടും 7.5 സെൻറ്റിമീറ്റർ വരച്ച് പിന്നീട് അത് ചേർത്ത് വരയ്ക്കുക. അപ്പോൾ നമുക്ക് 7.5 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള ഒരു സ്ക്വയർ കിട്ടി. യെസ്. ഇനി അടുത്ത സ്റ്റെപ്പ്, അവിടെ ഒരു ഇരുവശത്തും 1.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണം. അതായത് ലെഫ്റ്റും റൈറ്റും 1.5 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്യണം. ഇതേപോലെ മറ്റ് രണ്ട് വശങ്ങളിലും കൂടെ മാർക്ക് ചെയ്യണം. യെസ്. രണ്ട് വശത്തും 1.5 സെൻറ്റിമീറ്ററിൻ്റെ അടയാളം ഇടുക. ഇനി അടുത്ത സ്റ്റെപ്പ്, ആ 1.5 സെൻറ്റിമീറ്റർ പരസ്പരം യോജിപ്പിച്ച് വെച്ചെങ്കിലും മുഴുവനായിട്ട് വരക്കുന്നില്ല. 1.5 സെൻറ്റിമീറ്റർ മുതൽ മുഴുവനാ അവിടെ മുതൽ താഴേക്കാണ് വരക്കുന്നത്. ഇവിടെയും അത് തൊട്ട് നിൽക്കുന്നത്. യെസ്. ഇങ്ങനെയാണ് വരക്കുന്നത്. ഇനി അതിൻ്റെ പകുതി അടയാളപ്പെടുത്തുകയാണ്. അതായത് അവിടെ 6 സെൻറ്റിമീറ്റർ ആണുള്ളത്, അത് 3 ആക്കി കട്ട് ചെയ്യുക. ഇനി അത് ഒരു ഇഷ്ടികയുടെ രൂപത്തിലാണ് ഡിസൈൻ ചെയ്യുന്നത്. അവിടെ വരച്ച്, പക്ഷേ നേരെ മേലെ വരച്ചുകൂടാ, അവിടെയാണ് ആ വര വരിക. യെസ്. അതുപോലെ തന്നെയാണ് ഈ വശത്തും. അതായത് ആ നീളത്തെ 2 തുല്യ ഭാഗമാക്കുന്നതാണ്, അത് ഒരിക്കലും നേർരേഖയിൽ വരില്ല എന്നുള്ളത് ഓർക്കുക. യെസ്. ഇനി അടുത്ത സ്റ്റെപ്പ്, ആ കോണിലേക്ക്, അതായത് 2 കോണുകളും ചേർത്ത് സ്കെയിൽ വെച്ച് 10 സെൻറ്റിമീറ്റർ താഴേക്ക് നീട്ടി വരയ്ക്കുകയാണ്. കറക്റ്റ് 10 സെൻറ്റിമീറ്റർ. ഇനി അടുത്ത സ്റ്റെപ്പ്, പ്രൊട്രാക്ടർ വെച്ചതിന് ശേഷം 45 ഡിഗ്രി. അപ്പോൾ ഒരറ്റത്ത് 45, മറ്റേ ഭാഗത്ത് 135 ഡിഗ്രിയാണ് ഉണ്ടാകുക. എന്നിട്ട് 5 സെൻറ്റിമീറ്റർ ആ പോയിൻറ്റിലേക്ക്, എന്ന് വെച്ചാൽ പ്രൊട്രാക്ടറിൻ്റെ റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ആ പോയിൻ്റ് വരെ വരയ്ക്കുക. മിക്കവാറും പ്രൊട്രാക്ടർ 5 സെൻറ്റിമീറ്റർ ആയിരിക്കും, അതാണ് ആ രൂപത്തിൽ പറയുന്നത്. പിന്നെ എടുത്ത് ചേർത്ത് വരയ്ക്കുക. യെസ്. അപ്പോൾ താഴേക്ക് പോകുന്ന ഭാഗം ചെറുതായിട്ടാണ് ഉണ്ടാകുക.
ഇനി അടുത്ത സ്റ്റെപ്പ് ആ പോയിൻ്റ് 1.5 സെൻറ്റിമീറ്റർ, 1.4 സെൻറ്റിമീറ്റർ, 1.3 സെൻറ്റിമീറ്റർ, 1.2 സെൻറ്റിമീറ്റർ, 1.1 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, 0.9 സെൻറ്റിമീറ്റർ, 0.8 സെൻറ്റിമീറ്റർ, ആ രൂപത്തിൽ അത് താഴേക്ക് വരുമ്പോൾ അളവ് ചെറുതായി വരും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് 1.8 സെൻറ്റിമീറ്ററാണ് ആദ്യം മാർക്ക് ചെയ്യുന്നത്. പിന്നെ 1.6, 1.5, 1.4, 1.3, 1.2, 1.1, 1 സെൻറ്റിമീറ്റർ, ആ രൂപത്തിൽ അത് ചെറുതാക്കിയെടുക്കുകയാണ്. ഇതേപോലെ ഈ വശത്തുള്ളതുപോലെ തന്നെയാണ് ആ ഭാഗത്തും ചെയ്യേണ്ടത്. ആദ്യം 1.8, പിന്നീട് 1.6, 1.5, 1.4, 1.3, ആ രൂപത്തിൽ ഈ ലെഫ്റ്റ് സൈഡ് ചെയ്തതുപോലെ തന്നെയാണ് റൈറ്റ് സൈഡിലും ചെയ്യേണ്ടത്. യെസ്. ഇനി അത് പരസ്പരം ചേർത്ത് വരയ്ക്കുകയാണ്. അതായത് നമ്മൾ രണ്ട് വശത്തും അളവ് വ്യത്യസ്ത തരത്തിലെടുത്തത്, ആ മധ്യഭാഗത്ത് നമുക്ക് 10 സെൻറ്റിമീറ്ററാണ്, പക്ഷേ സൈഡിലുള്ള രണ്ട് വരകളും 12 സെൻറ്റിമീറ്റർ ലെങ്ത്തിലാണ്. അതാണ് ഒരേപോലെ അല്ലാത്തത്. യെസ്, ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ രണ്ട് ഭാഗവും നമ്മൾ 9 തുല്യ ഭാഗമാക്കി മാറ്റിയതാണ്. ഇത് പാരലൽ ലൈനല്ല, കാരണം ഒന്ന് 10 സെൻറ്റിമീറ്ററാണ്, മറ്റൊന്ന് 12 സെൻറ്റിമീറ്ററാണ് എന്നുള്ളത് കൊണ്ട് സമാന്തര രേഖകളല്ല വരക്കുന്നത്. കാരണം താഴേക്ക് ചെറുതായി വരുന്ന രൂപത്തിലാണ് നമ്മളത് ഡിസൈൻ ചെയ്യുന്നത്. സാധാരണ അങ്ങനെയാണല്ലോ കാഴ്ച ഉണ്ടാകുക. മേലെ ആ 1.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുകയാണ്. യെസ്. എന്നാൽ താഴെ 1 സെൻറ്റിമീറ്റർ, കാരണം 5 സെൻറ്റിമീറ്ററാണല്ലോ, 1, 2, 3, 4, അപ്പോൾ ഓരോ സെൻറ്റിമീറ്ററിനാണ് താഴെ മാർക്ക് ചെയ്യുന്നത്. മേലെ 1.5 സെൻറ്റിമീറ്ററിന്. ഇനി അത് ചേർത്ത് വരയ്ക്കുകയാണ്. ഒരു ഇഷ്ടിക പടുത്ത് വെക്കുന്ന രൂപത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നിടവിട്ടാണ് വരയ്ക്കുന്നത്. രണ്ടാമത്തേൽ എവിടെയാണോ വിട്ടത് അവിടെ വരയ്ക്കുകയും വരച്ച ഭാഗം ഗ്യാപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് ഒരു ഇഷ്ടിക കൊണ്ട് പടുത്തതുപോലുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകുക. ആ ഒരു ഇഷ്ടിക നമുക്ക് കൃത്യമായിട്ട് അവിടെ കാണാം, ആ അറ്റത്ത്. അതിന് കണക്കായിട്ടാണ് ആ രൂപത്തിൽ വരയ്ക്കുന്നത്. കൃത്യമായി താഴേക്ക് വരച്ച് അത് നേർരേഖയിൽ കൂടെ തന്നെ നമുക്ക് കിട്ടും. അതാണ് താഴെയും മേലെയും നമ്മൾ പോയിൻ്റ് ഇട്ട് സ്കെയിൽ വെച്ച് ഈ രൂപത്തിൽ വരയ്ക്കുക. ഇനി ഇതൊന്ന് ഡാർക്കാക്കി വരക്കണം. ഇപ്പോൾ തടിച്ച പെർമനൻ്റ് മാർക്കറാണ് ഉപയോഗിക്കുന്നത്. അടുത്തടുത്ത് വരകളുള്ളതാണ്, അപ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് തന്നെ വരക്കണം. ബ്ലാക്ക് പെർമനൻ്റ് മാർക്കർ തന്നെയാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. ബോൾഡായിട്ടുള്ള തടിച്ചിട്ടുള്ള പെർമനൻ്റ് മാർക്കർ. അപ്പോൾ ഇത്രയൊരു ഗ്യാപ്പിൽ വെക്കണം, കാരണം ആ ടിപ്പിന് തടി കൂടുതലുള്ളതുകൊണ്ട് സാധാരണ പിന്നെ നമ്മൾ ആ വരയോട് ചേർത്താണ് വെക്കുക. ഇതിൽ ലേശം ഒരു ഗ്യാപ്പ് ഇട്ടാണ് വെക്കേണ്ടത്.
അപ്പോൾ എല്ലാ പെൻസിലിൻ്റെ വരയിൻ്റെ മേലെ കൂടെയും നമ്മൾ നല്ല കട്ടി തന്നെ വരയ്ക്കുക. കൃത്യമായി താഴേക്കെത്തുമ്പോൾ ആനുപാതികമായി നീളവും വീതിയും ഉയരവും കുറഞ്ഞു വരുന്ന രൂപത്തിലാണ് കാണുന്നത്. അപ്പോൾ ഈ ടാങ്കിൻ്റെ കാഴ്ച, ഈ സ്തംഭത്തിൻ്റെ കാഴ്ച താഴെ നിന്നല്ല മേലെ നിന്നാണ്. മേലെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ കാണുന്നത് ആ രൂപത്തിലുള്ളൊരു വ്യൂ ആണ്. താഴെ നിന്നാണ് നമ്മൾ നോക്കുന്ന ആ വ്യൂ ആണ് ചെയ്യുന്നതെങ്കിൽ താഴെ വലുപ്പം കൂടിയും മേലോട്ടെത്തുമ്പം ചെറുതായിട്ടുമാണ് കാണുന്നത്. ഇത് തിരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. മേലെ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ്. അപ്പോൾ ഇനി അത് കളർ കൊടുക്കേണ്ടതുണ്ട്. ക്രയോൺ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളെ കയ്യിലുള്ള ക്രയോണ് ഏതായാലും കുഴപ്പമില്ല. നല്ല ഓയിൽ ക്രയോൺ ആണെങ്കിൽ അത് കുറച്ച് നന്നായിട്ട് കളർ ചെയ്താൽ കാണും. ഈ കളറിലാണ് നിറം കൊടുക്കുന്നതെങ്കിലും രണ്ട് സൈഡിലും ഒരേ നിറമല്ല വരിക. കാരണം വെളിച്ചം കൂടുതൽ ഉള്ള ഭാഗത്തുള്ള നിറമായിരിക്കില്ല നമ്മൾ ഫോട്ടോയിലാണെങ്കിലും ഇനി നോക്കുന്നതാണെങ്കിലും പിന്നെ വെളിച്ചത്തിൻ്റെ ലഭ്യതയനുസരിച്ച്, പ്രകാശത്തിൻ്റെ തീവ്രതയനുസരിച്ച് രണ്ട് വ്യത്യസ്ത നിറമാണ് കാണുന്നത്. അപ്പോൾ ഈ സ്തംഭത്തിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നാണ് ലൈറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നിഴൽ പതിക്കുന്നത് ലെഫ്റ്റ് സൈഡിലായിരിക്കും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇതിൽ നിന്നും കുറച്ചുകൂടെ ഡാർക്ക് കലർന്ന ഒരു കളറാണ് അവിടെ കാണുക. ഇത് രണ്ടും രണ്ട് വ്യത്യസ്ത നിറമായതുകൊണ്ടല്ല, ആ വെളിച്ചത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. വെളിച്ചമടിക്കുന്ന ആ സ്തംഭത്തിൽ വെളിച്ചമടിക്കുന്നതിൻ്റെ പ്രത്യേകത കൊണ്ട് രണ്ട് വ്യത്യസ്ത കളറായി നമുക്ക് തോന്നും. അതാണ് ഉദ്ദേശിക്കുന്നത്. യെസ്. ഇപ്പോൾ കൃത്യമായിട്ട് കാണാം, ഈ റൈറ്റ് സൈഡിൽ നിന്നാണ് വെളിച്ചം വരുന്നത്. അതുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡിൽ കുറച്ചൊന്ന് ഡാർക്കായി കാണുന്നത്. ഇനി എന്തായാലും ഇതിനൊരു നിഴൽ ഉണ്ടാവും. നിഴൽ റൈറ്റ് സൈഡിൽ നിന്ന് വെളിച്ചം വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിരിക്കും അതിൻ്റെ നിഴൽ. അപ്പോൾ ആ നിഴലിന് വേണ്ടി പെൻസിൽ കൊണ്ട് ഈ രൂപത്തിൽ, ഇപ്പോൾ നിഴൽ അധികം ഡാർക്കായി വേണ്ടാലോ, അത് നമുക്ക് പെൻസിൽ കൊണ്ട് തന്നെ മാർക്ക് ചെയ്യാം. HB പെൻസിൽ കൊണ്ട് ഈ രൂപത്തിൽ ഷെയ്ഡ് ചെയ്ത് നിഴലിൻ്റെ രൂപത്തിലാക്കിയെടുക്കാം നമുക്ക്. ഇതിന് ബ്ലാക്ക് കളർ കൊടുക്കരുത്, കാരണം നിഴലാണ്, വെളിച്ചമുള്ള സമയത്ത് വരുന്ന നിഴലാണ്. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ അത് അധികം ഡാർക്കായിരിക്കില്ല. അതുപോലെ ഈ ടാങ്കിൻ്റെ ഉൾഭാഗം പിന്നെ വൈറ്റ് വാഷ് ചെയ്തതാണ്, വെള്ള പെയിൻ്റ് അടിച്ചതാണ് ആ ഭാഗം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ വെളിച്ചത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ ഈ ചെയ്യുന്ന ഭാഗം നിഴലായിട്ടാണ് കാണുക. കാരണം വെളിച്ചം വരുന്നത് റൈറ്റ് ടോപ്പിൽ നിന്നാണ്, റൈറ്റ് സൈഡ് ടോപ്പിൽ നിന്ന് വരുന്ന വെളിച്ചം. അപ്പോൾ അതിൻ്റെ ഉള്ളിലും ഒരു നിഴലിൻ്റെ ഭാഗം ഉണ്ടാകും.
അപ്പോൾ ഈ രൂപത്തിലാണ് സ്തംഭം ചെയ്തെടുത്താലുണ്ടാകുക. ഇനി നമുക്കതിൻ്റെ വ്യത്യസ്ത പിന്നെ രീതിയിൽ അതൊന്ന് കാണാം. നമ്മൾ എവിടുന്നാണോ നോക്കുന്നത് അതിനനുസരിച്ച് ഈ സമചതുര സ്തംഭം പിന്നീട് പിന്നെ ദീർഘചതുര സ്തംഭാവുന്നതും അതിൻ്റെ ഉയരം പിന്നെ മാറി വരുന്നതും ഒക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇപ്പോൾ സമചതുര സ്തംഭമാണ്. ഇതിപ്പോൾ ദീർഘചതുര സ്തംഭം പോലെയായി. നമ്മൾ ക്യാമറ തിരിച്ച് കൊണ്ടുവരുമ്പോൾ അതിന് വരുന്ന മാറ്റമാണ്. ഇപ്പോൾ രൂപം ഇങ്ങനെ മാറി വരികയാണ്. അതിൻ്റെ ഉയരം കുറഞ്ഞു വരികയാണ്. ഉയരം കുറഞ്ഞു വരുന്നു. ഇപ്പോൾ ഉള്ളിലുള്ളത് ചതുർഭുജമായിട്ട് ചതുരം ഇപ്പോൾ സമചതുരമാണ് കാണുന്നത്. അപ്പോൾ പല രീതിയിലും അത് നോക്കുന്നതിനനുസരിച്ച് നമുക്കത് മാറി ആ കാഴ്ച കാണാൻ കഴിയും. അപ്പോൾ ശരിക്കും നിലത്ത് നിന്ന് ഉയർന്ന് നിൽക്കുന്ന രൂപത്തിലുള്ള ഒരു ടാങ്കോ അല്ലെങ്കിൽ സ്തംഭമോ ഏതെങ്കിലും തരത്തിൽ നമ്മൾ നിർമ്മിക്കുക എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തന്നത്. എന്തായാലും ഒഴിവുള്ള സമയത്ത് നന്നായി ചെയ്തെടുക്കുക. ഇത് തന്നെ ചാർട്ട് പേപ്പറിലും നമുക്ക് വലുതായി ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്.